അങ്ങനെ കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എത്തുകയാണ്. AICCയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 ദിവസം രാവും പകലും നടന്ന ചർച്ചകളുടെയും തർക്കങ്ങളുടെയും തള്ളിപ്പറച്ചിലുകളുടെയും എതിർപ്പുകളുടെയും ഒക്കെ ഒടുവിൽ വി.ഡി. സതീശനിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. ഇതോടെ കേരള ജനതയുടെ ഒരു നീണ്ട കാത്തിരിപ്പിന് വിരാമം വന്നിരിക്കുകയാണ്. ഒരു വിധത്തിൽ വി.ഡി. സതീശന്റെ ഈ വിജയം കഠിനാധ്വാനത്തിന്റെയും നിരന്തരമായ പോരാട്ടത്തിന്റെയും പരിണിത ഫലമാണ് എന്ന് തന്നെ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന അതിപ്രാധാന്യമുള്ളൊരു പദവിയിലേക്ക് ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളത് നിസ്സാരമായ ഒരവസ്ഥയല്ല. ദീർഘകാലങ്ങളുടെ കഠിനമായ പോരാട്ടങ്ങളും അനുഭവ സമ്പത്തും പിന്നെ ഒട്ടനവധി രാഷ്ട്രീയ കളികളും എല്ലാം കൃത്യമായി പയറ്റി ഒടുവിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട് കയറിയിരിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേര. അതായിരുന്നു ഈ കണ്ട കാലം മുഴുവൻ നാം കണ്ട ചരിത്രം. എന്നാൽ വി.ഡി. സതീശന്റെ വരവോടെ അത് മുഴുവനും തകർത്തെറിയപ്പെട്ടിരിക്കുകയാണ്. പരമ്പരാഗതമായി തുടർന്നു വരുന്ന ശൈലികൾ, കാലഘട്ടങ്ങളായി അനുവർത്തിച്ചു വരുന്ന പ്രവണതകൾ എല്ലാം നിമിഷ നേരം കൊണ്ട് തട്ടിമറിച്ച് ഒരു പുതിയ വഴിവെട്ടിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. അങ്ങനെ പറയുവാനുള്ള കാരണം സതീശന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു സാധാരണ കോൺഗ്രസ് MLA എന്ന തലത്തിൽ നിന്ന സതീശൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് എത്തുന്നു. അതുവരെ അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്ന പാർട്ടിയുടെയോ തൻ്റെ മുന്നണിയുടെയോ ഒന്നും യാതൊരു പ്രഥമ സ്ഥാനങ്ങളിലേക്കും അദ്ദേഹം എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിപക്ഷ നേതാവായി മാറ്റപ്പെട്ടയാളാണ് അദ്ദേഹം. അങ്ങനെ UDFന്റെ ചെയർമാനായി എന്നുള്ളതല്ലാതെ അദ്ദേഹം DCC പ്രസിഡന്റോ KPCC പ്രസിഡന്റോ UDFന്റെ കൺവീനറോ ഒന്നുമാകാതെ ഒരു സാധാരണ MLA എന്ന രീതിയിൽ മാത്രം പ്രവർത്തിച്ചു മുൻപോട്ട് പോയ വ്യക്തിയാണ്. അത്തരത്തിലൊരാൾ സീനിയോറിറ്റിയും വളരെയധികം പ്രാമുഖ്യവുമുള്ള ഉന്നതന്മാരെ അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസാധാരണത്വമുളവാക്കുന്നൊരു സംഭവം തന്നെയാണ്. മാത്രവുമല്ല, ജയിച്ചു കയറിയ MLA-മാരിൽ വിരലിലെണ്ണുവാനുള്ള ആൾക്കാരുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു വി.ഡി. സതീശനുണ്ടായിരുന്നത്. K. കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പടനയിച്ച് മുന്നേറുകയും അധികാരം പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തത് വിശ്വസ്തന്മാരായ ഒരു കൂട്ടം അണികളെ വാർത്തെടുത്ത് കൂടെ നിർത്തി അവർക്കൊക്കെ വഴിവിട്ട് ധാരാളം സഹായങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തിയൊക്കെയായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഉപചാപക വൃന്ദങ്ങളുടെ പിന്തുണയില്ലാതെ, ദീർഘവർഷങ്ങളുടെ പ്രവൃത്തി പരിചയമില്ലാതെ മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു വിധത്തിൽ അത് ആശ്ചര്യകരമായൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം കണ്ട വി.ഡി. സതീശൻ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു. അതുവരെയുള്ള തൻ്റെ ശൈലികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ ശൈലിയെ രൂപപ്പെടുത്തിയെടുത്തു. മാത്രവുമല്ല, അതേ പ്രവർത്തന ശൈലിയിലേക്ക് UDFനെയും അദ്ദേഹം എത്തിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു മാധ്യമത്തിന് അദ്ദേഹം അനുവദിച്ച ഒരഭിമുഖത്തിൽ താൻ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും മുഖ്യമന്ത്രി പിണറായി വിജയനെ കോപ്പി ചെയ്തുകൊണ്ടായിരുന്നു. ആദ്യത്തെ 5 വർഷക്കാലത്തെ ഭരണകാലഘട്ടത്തിൽ തുടർഭരണം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടുകളും അദ്ദേഹം പറഞ്ഞ വാക്കുകളും താൻ സ്വീകരിച്ച നടപടികളും അത് അത്ഭുതാവഹമായിരുന്നു. ഞാൻ അത്ഭുതത്തോടെയാണ് അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. 2ാം വട്ടം മുഖ്യമന്ത്രിയായപ്പോഴേക്കും അദ്ദേഹം ആ ശൈലികളെല്ലാം മറന്നു കളഞ്ഞു. എന്നാൽ ആദ്യകാലത്തെ 5 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ സക്സസ് അതെന്തായിരുന്നു എന്ന് ഞാൻ പഠിച്ചു. അത് തന്നെ പകർത്തുവാനാണ് ഞാൻ ശ്രമിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ പ്രവർത്തന മേഖലയിൽ അത് തന്നെയായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് 100 സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്ന്. എന്നുവെച്ചാൽ എതിരാളിയെ തിരിച്ചറിഞ്ഞ് അവരുടെ ബലഹീനതകളെയും അവരുടെ മികവിനെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് പഴുതടച്ച നീക്കങ്ങൾ നടത്തിയാണ് വി.ഡി. സതീശൻ പടനയിച്ച് മുൻപോട്ട് വന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഏറെ ബോധ്യമുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയിൽ തൻ്റെ മുൻപിൽ ചാൻസുകൾ വളരെ വിരളമായി മാറുവാൻ സാധ്യതയുണ്ട് എന്ന് മുന്നമേ കൂട്ടിക്കണ്ട സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെയ്തത് ഘടകകക്ഷികളെ മാക്സിമം തന്നോട് അടുപ്പിച്ചു നിർത്തുവാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ പൊതുജനങ്ങളുമായി ആഴമേറിയ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും ശ്രമിച്ചു. അത് രണ്ടിലും അദ്ദേഹം സമ്പൂർണ്ണമായി വിജയിച്ചു. അതുകൊണ്ട് തന്നെ സാക്ഷാൽ ഹൈക്കമാൻഡായ KC വേണുഗോപാൽ പരമാവധി പരിശ്രമിച്ചിട്ടും സതീശനെ തകർത്ത് മുൻപോട്ട് കയറി വരുവാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ വിജയിച്ചു കയറിയ ഭൂരിഭാഗം MLA-മാരും പിൻപിൽ നിന്ന് കുത്തിയിട്ടും സ്വന്തം പാർട്ടി പോലും കൈവിട്ടിട്ടും സകലരെയും തന്റെ കാൽക്കലേക്ക് മടക്കിക്കൊണ്ടുവന്നവർക്ക് മേൽ വിജയക്കൊടി നാട്ടുവാൻ വി.ഡി. സതീശന് സാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF വിജയിക്കുവാൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു തന്ത്രമുണ്ടായിരുന്നു. ആ തന്ത്രത്തിന്റെ തുടർച്ചയായി അദ്ദേഹം നേടിയെടുത്ത സ്വീകാര്യതയാണ് പൊതുജനത്തിന്റെ മാരകമായ സപ്പോർട്ട് എന്നുള്ളത്. ആ പൊതുജന വികാരത്തെ മറികടക്കുവാൻ ഹൈക്കമാൻഡിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ മറികടന്നാൽ കേരളം ഇനി ഒരിക്കലും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കൈകൊടുക്കില്ല എന്ന വ്യക്തമായ ബോധം ഹൈക്കമാൻഡിന്റെ മുമ്പിൽ സൃഷ്ടിക്കുന്നതിൽ വി.ഡി. സതീശൻ വിജയിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയായി നിന്നത്.
AICC അദ്ദേഹത്തിന്റെ കയ്യിലാണ്, ഹൈക്കമാൻഡ് അദ്ദേഹം തന്നെയാണ്. കേരളത്തിലെ ഭൂരിഭാഗം MLA മാരും അദ്ദേഹത്തിന്റെ പേര് AICCയുടെ മുൻപിൽ വെളിപ്പെടുത്തി. അതിനെയും മറികടന്നുകൊണ്ട് സതീശൻ എത്തുമ്പോൾ കൂടുതലൊന്നും പറയാനില്ല, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന സതീശൻ കടുത്ത പരീക്ഷണ ഘട്ടങ്ങളെയാണ് പ്രാരംഭം മുതൽ നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. തനിക്കെതിരായി വോട്ട് ചെയ്ത ഭൂരിപക്ഷം വരുന്ന MLA മാരെ താൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കൂടാതെ സതീശനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്ത മുസ്ലിം ലീഗിനെ ഏത് തരത്തിലാണ് താൻ പരിഗണിക്കുവാൻ പോകുന്നത് എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന കാഴ്ചയുമാണ്. കഴിഞ്ഞ ദിവസം വരെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അടക്കം വാർത്താ സമ്മേളനം വിളിച്ച് VD സതീശനിലേക്ക് അധികാരം പോകരുത് എന്നുള്ള പരോക്ഷമായ ആവശ്യം പലതവണ മുൻപോട്ട് വെച്ച് സതീശനെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ആദ്യത്തെ വെടിപൊട്ടിച്ച V മുരളീധരന്റെ ചുവട് പിടിച്ച് സമാനമായ സമ്മർദ്ദ തന്ത്രങ്ങൾ NSS പയറ്റി തുടങ്ങിയിരുന്നു. വെള്ളാപ്പള്ളിയും സതീശനെ വെട്ടിവീഴ്ത്തുവാൻ മുൻപിൽ നിന്നയാളാണ്. അവരൊക്കെ കേസിക്ക് വേണ്ടി വെള്ളം കോരിയവരാണ്. അവരെയെല്ലാം നേരിട്ട് മുൻപോട്ട് പോവുക എന്നുള്ളത് എങ്ങനെ ഫലപ്രദമായി അദ്ദേഹം കൈകാര്യം ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും AICCക്ക് മുമ്പിൽ KC വേണുഗോപാലിനെ പോലെ ഒരു മഹാമേരുവിനെ വെട്ടിവീഴ്ത്തിയെങ്കിൽ മുൻപോട്ടുള്ള യാത്ര അത്ര കടുകട്ടിയാകുവാൻ സാധ്യതയില്ല എന്നാണ് സതീശന്റെ അനുകൂലികളായ ഒരു കൂട്ടം ആൾക്കാർ കരുതുന്നത്. പക്ഷേ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വരും ദിനങ്ങൾ തീർച്ചയായും കാഠിന്യമേറിയതായിരിക്കും. ഇന്നേ വരെ ഒരു മന്ത്രി പദവിയിലും താൻ ഇരുന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, തന്നെക്കാൾ ശക്തരായ 2 പേർ ശത്രുപക്ഷത്തെന്ന പോലെ തനിക്ക് മുമ്പിൽ നിലകൊള്ളുന്നുണ്ട്. അത് തീർച്ചയായും VD സതീശന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. രമേശ് ചെന്നിത്തലയുടെയും പാർട്ടിയിൽ ശക്തനായ KC വേണുഗോപാലിന്റെയും നീക്കങ്ങൾ അതൊരിക്കലും തനിക്ക് അനുകൂലമാവില്ല എന്ന് സതീശന് നന്നായിട്ടറിയാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ചെന്നിത്തല വളരെയധികം ആഗ്രഹിച്ച് കുപ്പായം തയ്പ്പിച്ച് അവസാന നിമിഷം വരെ കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. ആ പ്രതീക്ഷ അസ്ഥാനത്തായി മാറിയിരിക്കുന്നു. ചെന്നിത്തല ഇപ്പോൾ ആകെ പിണങ്ങിയിരിക്കുകയാണ്. ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തേക്ക് പോയേക്കും എന്നുള്ള ആശങ്ക പോലും ഇപ്പോൾ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. 2021 പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയുമ്പോൾ സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് അടുത്ത തവണ നേതൃസ്ഥാനം താങ്കൾക്ക് തരാം എന്ന്. ആ ഉറപ്പ് പാലിക്കുവാൻ സോണിയാഗാന്ധി ഇപ്പോൾ പരാജയപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നിയമസഭാ കക്ഷി യോഗം പോലും ഉപേക്ഷിച്ചിട്ട് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. ചെന്നിത്തലയുടെ നീക്കം എന്താവും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ട്. എന്നാൽ ആഭ്യന്തര മന്ത്രിസ്ഥാനം ചെന്നിത്തലയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്നാണ് ഒരു കൂട്ടം പാർട്ടിക്കകത്ത് വിശ്വസിക്കുന്നത്. ആഭ്യന്തര മന്ത്രിസ്ഥാനം ചെന്നിത്തലയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ VD സതീശന് തൽക്കാലം പരാതിയുമില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. VD സതീശൻ ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, എന്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി പദവിക്ക് തർക്കമില്ല, അത് ചെന്നിത്തലയുടെ മേൽ തന്നെ വന്നു വീഴുവാൻ സാധ്യതയുണ്ട്. എന്നാൽ VD സതീശന്റെ കീഴിൽ ആഭ്യന്തരമന്ത്രി പദവിയല്ല, ഏത് പദവി കിട്ടിയാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. ചെന്നിത്തല ആ നിലപാടിൽ ഉറച്ചു നിന്നാൽ പ്രതിസന്ധി രൂക്ഷമായി മാറും. അതുകൊണ്ട് തന്നെ രമേശിന് വേണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി പദവി തനിക്ക് തന്നെ വേണം എന്ന് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കാരണം പോലീസ് ചുമതലയില്ലാത്ത മുഖ്യമന്ത്രി പദവി അക്ഷരാർത്ഥത്തിൽ ഒരു ബാലികേറാമലയാണ് എന്ന് സതീശന് നന്നായിട്ടറിയാം. പക്ഷേ സതീശന്റെ ആ മോഹത്തിന് AICC നേതൃത്വം വഴങ്ങിയേക്കില്ല. മിക്കവാറും ആഭ്യന്തരമന്ത്രി സ്ഥാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ മറ്റോ കൊടുത്ത് KC വേണുഗോപാൽ തന്റെ താല്പര്യം സംരക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ VD സതീശൻ വല്ലാതെ കഷായിക്കും. പണ്ട് ആഭ്യന്തരമന്ത്രി പദവി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതിന്റെ തിരിച്ചടിയായിരുന്നു ഉമ്മൻചാണ്ടിക്കേറ്റ ഏറ്റവും വലിയ വീഴ്ച. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി പദവിയില്ലാതെ VD സതീശന്റെ ഭരണം എത്രമാത്രം സുഗമമായിരിക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. ജനരോഷത്തിന് കീഴടങ്ങി മുഖ്യമന്ത്രി പദവി വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിലും മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് KC വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മന്ത്രിമാരാകുന്നവരിൽ ഭൂരിഭാഗവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാകും. അതും VD സതീശന് തിരിച്ചടിയായി മാറും. ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പയറ്റിത്തെളിഞ്ഞ പാഠങ്ങൾ പലതും മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ പഠിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല എങ്കിൽ പോലും KC വേണുഗോപാലിനെ കാത്തിരിക്കുന്നത് ബമ്പർ ലോട്ടറിയാണ്. അതായത് KC ഇതുവരെ അലങ്കരിച്ചതിനേക്കാൾ ഉന്നത പദവിയായിരിക്കും ഇനി അദ്ദേഹം അലങ്കരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് AICC പ്രസിഡന്റ് എന്ന പദവിയാണ് KC വേണുഗോപാലിന് ഇപ്പോൾ ഡൽഹി വൃത്തങ്ങൾ വെച്ചു നീട്ടിയിരിക്കുന്നത്. പ്രായാധികം കൊണ്ടും രോഗം കൊണ്ടും വലയുന്ന മല്ലികാർജുൻ ഖാർഗെ ഏറെ വൈകാതെ AICC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയാണ്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടനടിയാകുമെന്നും പകരം AICC പ്രസിഡന്റ് പദവിയിലേക്ക് KC വേണുഗോപാലിനെ നിയോഗിക്കും എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
മല്ലികാർജുൻ ഖാർഗെയോട് രാഹുൽ ഗാന്ധി ഇതിനോടകം ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. ഖാർഗെ സന്തോഷത്തോടുകൂടി ഈ പദവി രാജിവെക്കും എന്നറിയിച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയായാൽ കെ.സി. വേണുഗോപാൽ AICCയുടെ പ്രസിഡന്റായി ഉടൻ തന്നെ ചുമതലയേക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന ഒരാളായി കെ.സി. വേണുഗോപാൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലാണ്. അവരുടെ അഭിലാഷമായിരുന്നു VD സതീശൻ മുഖ്യമന്ത്രിയായി എത്തുക എന്നുള്ളത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ ആവേശത്തിലാണ് അണികൾ. എന്നാൽ ആ ആവേശം, ആ സന്തോഷം അധികം നീണ്ടു നിൽക്കുവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രധാന പദവികൾ ആർക്കൊക്കെ വീതം വെക്കണം എന്നുള്ള ചർച്ചകൾ വരികയും ചെയ്യുമ്പോൾ അടികലശലായി നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പൊതുവെയുള്ള രാഷ്ട്രീയ വൃത്തങ്ങളുടെ സൂചന.